പിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒളിച്ചോട്ടം, 1.5 ഒളിച്ചോട്ടാന്ന്. 5 കിലോ റേഷൻ അരി വരെ കൊണ്ടുപോയി എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഗതിയില്ലാത്തവനായിട്ട് എന്തിനാ മോനെ നീ കൂട്ടുകൂടുന്നത്? അതായത് 5 കിലോ റേഷൻ അരി വരെ മറ്റേ വേട്ടാവളിയനുണ്ടല്ലോ എന്ന ക്ലീനറാ, ഡ്രൈവറാ, ഓൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നാ പറയുന്നത് കേൾക്കുന്നത്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ്റെ കൂടിയാന്ന് ഒളിച്ചോടിയിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, എനിക്കിടാൻ നല്ലൊരു പാന്റുണ്ടോ ഷർട്ടുണ്ടോ ഷൂ ഉണ്ടോ? അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല. ഏതായാലും 5 കിലോ അരിയുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ 100 ഗ്രാം പച്ചമുളകുണ്ട്, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സും കാര്യങ്ങളെല്ലാം. സംശയമില്ല, പോക്ക് എനിക്ക് തോന്നി ആദ്യം കണ്ടപ്പോഴേ അവർക്ക് നമ്മളോട് ലൈൻ ഉണ്ട്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ, കെട്ടിയോന്ന് അറിയാതെ ഇടപാട്. പിന്നെന്ന് പറഞ്ഞാൽ ഈ അഖില് എന്ന് പറയുന്നവന്റെ അണ്ടർവെയർ വരെ എന്ന് പറഞ്ഞാൽ മറ്റവന് കൊണ്ട് കൊടുത്തു എന്നാ പറയുന്നത് കേൾക്കുന്നത്. ആണല്ലോ. ആ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല. ഈ ഒളിച്ചോടി എന്ന് പറയുന്ന മഹതി ഒരു സാധാരണ സ്ത്രീയല്ല. അവരിത് പണ്ട് മുതലേ കണ്ട് മനസ്സിലാക്കിയതാണ്. ഇപ്പോഴവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചെന്നായ്ക്കൾ വരുന്നുണ്ടല്ലോ. ഈ അവിഹിതം എന്ന് പറയുന്നത് ഉണക്കമീൻ പോലെയാടി. നാട് മൊത്തം നാറിയാലും നമുക്ക് നല്ല രുചിയായിരിക്കും. ആദ്യം തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് മാന്യം മര്യാദയായിട്ട് പോയിട്ട് ബന്ധം വേർപ്പെടുത്തിയിട്ട് അടുത്തവൻ്റെ കൂടെ പോവാ. കണ്ടിട്ട് തറവാട്ടി പറഞ്ഞ പെണ്ണാണ് തോന്നുന്നത്. തറവാട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട വെറുതെ. അവിടെ നെറ്റിൽ എഴുതി വെച്ചിരിക്കല്ലേ പഴയെന്ന്. അല്ലാതെ ഇത് എന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കത്തിന് നമ്മൾ വീട് ഉപേക്ഷിച്ച് പോകത്തില്ലേ, അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാഗ് ഈട, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ നിറച്ചു ഇത്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പച്ചക്കറികൾ, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ്, പഞ്ചസാര, ഇതെല്ലാം എടുത്തിട്ടാണോ ഇവിടെ ഒളിച്ചോടുക? അല്ല, അറിയാതുകൊണ്ട് ഇരിക്കുന്നതാന്ന്. ഇത്രയും ദാരിദ്ര്യം പിടിച്ച ഒരുത്തൻ്റെ കൂടിയാണോ ഒളിച്ചോടിയത്? ഇവനാണോ കാമുകൻ? ഇന്നലെ വണ്ടി പിടിച്ച പൈസക്ക് വരെ എന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമായിരിക്കും ചിലപ്പോഴേ. എന്താ വെച്ചാൽ ഈ സ്ത്രീയാന്ന് കൊടുക്കേണ്ടി വരുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ പൈസ തന്നെയാണ്, അല്ലാതെ ഇതിൻ്റെ ഒന്നും അല്ല. അപ്പൊ ഇവര് 2-2.5 വർഷത്തെ പ്രണയം ഉണ്ട് എന്നാ പറയുന്നത് കേൾക്കുന്നേട്ടാ. ആ പ്രണയം ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറുമായിട്ടും ബന്ധമുണ്ട്. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ. പിന്നെ ഈ അഖിലിന് കിട്ടേണ്ടതുമാണ്. ഇവൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ആകാൻ പോകുന്ന പെണ്ണുങ്ങളോ ആണുങ്ങളോ ഒരു 2 വർഷമെങ്കിലും കൂടെ താമസിക്കണമെന്ന്, എന്നിട്ട് മാത്രമേ കെട്ടാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീ കുറെ കെട്ടിയത് തന്നെ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ. അതായത് ഇങ്ങനെ ഒരുത്തൻ്റെ എടുക്കാൻ പോവാ, 2 വർഷം താമസിക്കുക, അടുത്തവൻ്റെ എടുക്കാൻ പോവാ, 2 വർഷം താമസിക്കുക. ഇതെന്ന അളവ് നോക്കാൻ വേണ്ടിയിട്ടാ, അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാന്ന്. അല്ല, ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവം നോക്കാൻ വേണ്ടിയിട്ടാ. താൻ പറഞ്ഞിട്ടില്ലേ? ഇല്ല 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 കള്ളം പറയുന്നു ആ പന്നെ. ഇനി ഇവിടെ നിന്നാൽ അവൻ നിങ്ങളുടെ പൊക്കളിന് ചുറ്റും പണി തരും. പിന്നെ ഈ ജന്മത്തെ നിങ്ങൾക്ക് നരങ്ങച്ചറിയിക്കാൻ പറ്റില്ല. അയ്യോ, സ്പോൾ അടിക്കുമ്പോ ഞാൻ എന്തോ തൊട്ട് അപ്പൊ കടിയിട്ടാണ്ട് പൊക്കോ.